ശ്രീ ഷാജി ജോസഫ്, ഈ കേസിൽ ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി ഇടപെടൽ, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ ഇപ്പോൾ ജനാധിപത്യം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മോദി സർക്കാരിനെതിരായിട്ടുള്ളൊരു വലിയ കൂട്ടായ്മ രാജ്യത്ത് വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. അത് വലിയ മാറ്റം, വലിയ പ്രതീക്ഷ, BJPക്കെതിരായ ഒരു മൂവ്മെൻറ്റ് കാര്യമായി ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന ഒരു ശക്തമായ തോന്നലോ ബോധ്യമോ രാജ്യത്താകെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. മറുഭാഗത്ത് സുപ്രീം കോടതി നിരന്തരം ഇടപെടുന്ന ഒരു സാഹചര്യം വരുന്നു. മോദി സർക്കാരിൻ്റെ പല നടപടികളെയും തിരുത്തിക്കുന്നു. അതിൽ നിയമപരമായ തിരുത്തലും അതൃപ്തിയും രേഖപ്പെടുത്തുന്ന സവിശേഷമായൊരു ഘട്ടത്തിലൂടെ സുപ്രീം കോടതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേർത്തെ ഈ ഒരു കേസിൽ ഇന്ന് വന്ന വിധി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് BJPയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവിടെ വന്നിരിക്കുന്ന വിഷ്ണു ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യമില്ലാതെയാണ് വന്നിരിക്കുന്നത്. ജാമ്യാപേക്ഷയല്ല, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല, പ്രബീർ പുർക്കായസ്തിക്ക് ജാമ്യം കൊടുത്തിട്ടില്ല. കേസിൻ്റെ യാതൊരു തരത്തിലുള്ള കേസിൻ്റെ കണ്ടൻറ്റിനെക്കുറിച്ചും സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഹ്രസ്വമായ ഒരു നടപടി, അറസ്റ്റ് എന്ന് പറയുന്ന നടപടി, ആ നടപടി എടുക്കുമ്പോൾ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി, അത് ED ആണെങ്കിലും CBI ആണെങ്കിലും NIA ആണെങ്കിലും സ്വീകരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ, ചില നടപടികൾ പങ്കജ് ബൻസൽ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രബീറിൻ്റെ കേസിൽ അത് സ്വീകരിച്ചിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് പ്രബീറിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ റിലീസ് ചെയ്യുക എന്ന ഓർഡറാണ് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി. നമ്മൾ കരുതേണ്ട ഒരു കാര്യം, ഈ അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന ഒരു കാര്യം വരുമ്പോൾ അത് ലീഗലാണെന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം, ത്രഷോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടിംഗ് ഏജൻസിക്കാണ്. ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ താൻ അക്യൂസ്ഡ് ഇല്ലീഗലാണ് എന്ന ഒരു കാര്യം വരുമ്പോൾ അത് ലീഗലാണെന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം, ത്രഷോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടിംഗ് ഏജൻസിക്കാണ്. ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ താൻ അക്യൂസ്ഡ് ജാമ്യം അർഹിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി പ്രബീറിൻ്റെ ലോയർ കൃത്യമായി അറസ്റ്റിനെ ചോദ്യം ചെയ്തത്. കേജ്രിവാളിൻ്റെ കേസിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കേസിൽ വിഷ്ണു പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോ BJPക്കോ യാതൊരുവിധ സെറ്റ് ബാക്കും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം, അദ്ദേഹം കൃത്യമായി നിർവചിച്ചു, ജാമ്യം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ജാമ്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇത് ജാമ്യമല്ല വിഷ്ണു. പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയെ ഗൈഡ് ചെയ്യുന്ന ഹോം മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി, നമ്മൾ ഓർക്കണം, ഈ കേസിൻ്റെ വളരെ വിചിത്രമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ചൈന കഥയാണ് പറഞ്ഞിരുന്നത്, ഫണ്ടിങ് കഥയാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ ചാർജ് ചെയ്തിരിക്കുന്നത് UAPAയുടെ സെക്ഷൻ 13, 16, 17, 18, 22 സെക്ഷനും IPCയുടെ 153Bയും 153യും Aയും 120Bയുമാണ്. അപ്പോൾ നിങ്ങൾ കരുതണം, എത്ര കാപട്യം നിറഞ്ഞ ഒരു നീക്കമാണ് പ്രബീറിനെതിരെ നടന്നത്. നിയമവ്യവസ്ഥയെ തച്ചുടച്ചുകൊണ്ട് എന്തുമാകാം എന്ന ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന പ്രബീറിനെ പോലെയുള്ള ആളുകളെ ഇല്ലാതാക്കാനും അതിലൂടെ മറ്റ് മാധ്യമപ്രവർത്തകർക്ക് തങ്ങളുടെ വഴിയെ വരാത്ത, തങ്ങളെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ജീവിതത്തിൽ, അവരുടെ പ്രവർത്തനത്തിൽ ഭീതിയുടെയും ഭീഷണിയുടെയും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. അതിനേറ്റ പ്രഹരമാണ് ഇന്നത്തെ വിധി. ആ നിലയ്ക്ക് ഷാജി ജോസഫ് ഇപ്പോൾ പറഞ്ഞ പോലെ തിരിച്ചടി എന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്നതല്ല, അതിന് വിപുലമായ ഒരു തലമുള്ളത് കൂടിയാണ്.